ഇന്ന് ഞാൻ ജോലി അന്വേഷിച്ച് അല്ലൈനിൽ നിന്നും ദുബായിലേക്ക് പോവാണ്. 2 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ ഇറങ്ങി തിരിച്ചതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അളിയൻ യാസിർക്ക എന്നെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരുടെ കൂടെ കാറിലിറങ്ങി. അളിയൻ്റെ സുഹൃത്ത് അലി മദനിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. അല്ലൈനിൽ നിന്നും ദുബായിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ യാത്ര പോകുന്നത്. പോകുന്ന വഴിക്ക് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ് മുമ്പ് ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്തിനുള്ളത്. അങ്ങനെ ഞാൻ ബർദുബായ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. സമയം 1 മണിയായി. പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി മെട്രോയിൽ നേരെ ഗോൾഡ് സൂക്കിലേക്ക്. ഞാൻ ഗോൾഡ് സൂക്കിലേക്ക് വന്നത് 2 ആളുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് ജാബിർക്ക, മുന്നിലിരിക്കുന്നത് സുഹൃത്ത് അക്രം. അൽത്തമാം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ജാബിർഖാൻ്റെയാണ്. 1.5 വർഷം മുമ്പാണ് ജാബിർഖാനെ ഞാൻ പരിചയപ്പെടുന്നത്. മൊബൈൽസ് ആക്സസറീസും ഒക്കെയുള്ള ഒരു ഷോപ്പാണ് അൽത്തമാം. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് PM ഗഫൂർക്ക അങ്ങോട്ട് കയറി വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല മൂപ്പരെ ഇങ്ങനെ അടുത്ത് കാണാൻ കിട്ടും എന്നുള്ളത്. അൽത്തമാമിലെ ഗസ്റ്റായിട്ട് വന്നതായിരുന്നു അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇഫ്താറിന് വേണ്ടി മറ്റൊരു സ്ഥലത്തെത്തി. അവിടുന്ന് ജാഫർ മാനിക്കയും കാണാനിടയായി. ഇത് ഇസ്ലായിക്ക, ടീ ഡേയ്സ് കഫ്തീരിയ നടത്തുന്ന 3 ബ്രദേഴ്സിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അവരുടെ ഫാമിലിയുടെ കൂടെ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാകാത്ത കുറച്ച് മണിക്കൂറുകളായിരുന്നു ഈ ഒരു ദിവസം. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.